ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്രീ ജീസസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ യൂഷ്വൽ വീഡിയോസ് ഒന്നും അല്ല, യൂഷ്വൽ വ്ളോഗൊന്നുമല്ല. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഏലിയൻ സാധനം, ഒരു ഏലിയൻ ഡോക്യുമെൻ്ററി ഐറ്റം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്നില്ല. ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ഇപ്പോഴേ സ്കിപ്പടിച്ച് പൊക്കോളൂ, ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടോളൂ. ഞാൻ പെട്ടെന്ന് പറയാം, വേറൊന്നുമല്ല. നിങ്ങൾ ചിലവർ കേട്ടിട്ടുണ്ടായിരിക്കും മയാമി ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞൊരു ഇൻസിഡൻ്റ് ഉണ്ട്. അതായത് 2023 ന്യൂ ഇയർ, 2023 2024 പോകുന്ന ആ ന്യൂ ഇയർ ഉണ്ട് കേട്ടോ. ആ ന്യൂ ഇയറിനാണ് ഇത് സംഭവിച്ചത്. ഇത് മയാമി ഇൻസിഡൻറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് മയാമിയിൽ, US മയാമി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബേസ് സൈഡ് മോൾ അല്ലെങ്കിൽ ബേസ് സൈഡ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഇൻസിഡൻറ്റ്, ഒരു സംഭവം നടന്നു. രാത്രി എനിക്ക് തോന്നുന്നു ഒരു 7-8 മണി, 7:30 8:30 ഇടയ്ക്കായിരുന്നു ഇത് സംഭവിച്ചത്. അതായത് പെട്ടെന്ന് ആളുകളൊക്കെ ഈ ബേസ് സൈഡ് മോൾ എന്ന് പറഞ്ഞൊരു മോളാണ്, ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഈ മോളിനകത്ത് നിറച്ചും ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള മോളാണ്. അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മോളാണ്. വർഷങ്ങളായിട്ട് അവിടെ എപ്പോഴും ക്രൗഡഡ് ആയിട്ടൊക്കെ ഭയങ്കര ഹാപ്പനിങ് ആയിട്ട് നടക്കുന്ന ഒരു മോളാണ്. അപ്പോൾ ആ മോളിൽ ഈ ടൈമിൽ, ഈ പറയുന്ന ന്യൂ ഇയറിൻ്റെ അന്ന് പെട്ടെന്ന് ആളുകളെല്ലാം ബഹളം വയ്ക്കുന്നു. ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഭയങ്കര പാനിക് മോഡ്. ഏതാണെന്നൊന്നും ആർക്കും അത് മനസ്സിലാവുന്നില്ല, പലർക്കും മനസ്സിലാവുന്നില്ല. സംഭവം എന്ന് വെച്ചാൽ, അതിനകത്തുള്ള ആളുകൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, പെട്ടെന്ന് ഈ മോളിനകത്ത് മോളിനുള്ളിൽ തന്നെ ഒരു പോർട്ടൽ ഓപ്പണായി. പോർട്ടൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ? ഒരു ഡൈമെൻഷനിൽ നിന്ന് വേറൊരു ഡൈമെൻഷനിലോട്ട് പോകാനുള്ള ഒരു പാത്വേനെയാണ് പോർട്ടൽ എന്ന് പറയുന്നത്. അത് ഇമാജിനറി ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പം നിങ്ങൾ സിനിമയിലേ കണ്ടിട്ടുണ്ടായി. അപ്പോൾ ഒരു പോർട്ടൽ, പെട്ടെന്നൊരു ലൈറ്റ് വന്നൊരു പോർട്ടൽ ഓപ്പണായി. ഇങ്ങനെ ഒരു സർക്കിളിൽ ഒരു പോർട്ടൽ ഓപ്പണായിട്ട് ആ പോർട്ടലിനകത്ത്, അതായത് വേറെ ഏതോ ഡൈമെൻഷനിൽ നമ്മുടെ ഡൈമെൻഷനിലോട്ട് അറിഞ്ഞോ അറിയാതെയോ 3 ഏലിയൻ ഫിഗർ, അത് ഏലിയൻസ് ആണോ എന്താണെന്നറിയില്ല, 3 ഏലിയൻ ഫിഗർ നമ്മൾ ഈ ബേസ് സൈഡ് മോളിനകത്തോട്ട് വരികയാണ്. ഓക്കെ, ഈ പോർട്ടൽ തുറന്ന് അതിൻ്റെ അകത്തുനിന്ന് വരികയാണ്. അപ്പം 3 ഫിഗറാണ്. 3 ഫിഗർ എന്ന് വെച്ചാൽ, ഏലിയൻ എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ഹ്യൂമൻലി ഫിഗർ അല്ല, 9 to 10 feet ടോളാണ്. ഫുൾ കറുത്തിട്ട് നമ്മൾ പണ്ട് മുതലേ ഏലിയൻസിൻ്റെ എങ്ങനെയാണ് നമ്മൾ മനസ്സിൽ കണ്ടുവെച്ചാൽ നമ്മൾ പറയുന്നത്, ആ ഒരു രൂപമാണ് ഈ ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 3 സാധനങ്ങൾ ഇറങ്ങി വരികയും അവിടെ ആകെ പാനിക് സിറ്റുവേഷൻ ആവുകയും ആളുകളൊക്കെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ഈ ഇൻസിഡൻറ്റ്. അപ്പം അതിനുശേഷം നടന്ന സംഭവം എന്ന് വെച്ചാൽ, ആ ജില്ലയിലുള്ള കംപ്ലീറ്റ് പോലീസുകാർ, അതായത് ഒരു 100-150 വണ്ടി പോലീസ് ഫോഴ്സ് മൊത്തം അവിടെ എത്തി. ഓക്കെ, അതായത് പോലീസിന് അതെന്തുവാണ് എന്നറിയാം എന്ന പോലെയാണ് അവരെത്തിയത്. അപ്പോൾ ഒരു 136 പോലീസ് വണ്ടി, അങ്ങനെ എന്തോ ഒരു കണക്കുണ്ടായിരുന്നു. ഒറ്റയടിക്ക് ഈ പോലീസ് വണ്ടി മൊത്തം അവിടെ എത്തി, കംപ്ലീറ്റ് അവിടെ എത്തി. അത് മാത്രമല്ല, പോലീസ് വന്നു, മോള് ക്ലോസ് ചെയ്തു. എന്നിട്ട് ദേ മേഡ് ഷുവർ ദാറ്റ് മോളിനകത്തുനിന്ന് എല്ലാവരെയും നേരെ പുറത്തോട്ട് വിട്ടില്ല. മോളിനകത്തുള്ള എല്ലാവരുടെയും മൊബൈൽ ഫോൺസ് ചെക്ക് ചെയ്തു. അവർ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ അത് മാത്രമല്ല, മോളിൽ നിന്ന് വെളിയിലോട്ട് പോയ എല്ലാവരെയും പിടിച്ച് നിർത്തിയിട്ട് ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചു അവരെന്താണ് കണ്ടത് എന്ന് ചോദിച്ച് അവർ ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അവർ വിട്ടത്. അപ്പോൾ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നു. പിന്നെ അതിനുശേഷം ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ആളുകളൊക്കെ പേടിച്ചൊക്കെ പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ന്യൂസ് വെളി വന്നതെന്ന് വെച്ചാൽ, പോലീസ് ഈ ന്യൂസ് വെളി വിട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ബേസ് സൈഡ് മോളിനകത്ത് ഒരു ബ്രോൾ നടന്നു, ഒരു ഫൈറ്റ് നടന്നു. ഒരു ലോക്കൽസിൻ്റെ ഒരു ഫൈറ്റ്, അവിടെ സ്ഥിരം ഫൈറ്റൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ അവിടെ ഫയർ ക്രാക്കേഴ്സും ഫൈറ്റും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഒരു ഫൈറ്റ് നടന്നു, ഒരു മേജർ ബ്രോൾ നടന്നു, ഒരു മേജർ ഫൈറ്റ് നടന്നു. അപ്പോൾ ആ ഫൈറ്റിനെ ആ ഫൈറ്റ് കാരണമാണ് പോലീസ് എത്തിയത് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമ്മളറിയുന്ന അതിനകത്തുള്ള ആളുകൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഇതുപോലെ ഒരു പോർട്ടൽ തുറന്നിട്ട് ഇങ്ങനെ 3 ഏലിയൻ ഫിഗേഴ്സ് വന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, വെറും ഒരു ഫൈറ്റ്, ഒരു ബേസ് സൈഡ് മോളിനകത്തൊരു ഫൈറ്റ് നടന്നാൽ ഗൺ ഫയർ ഉണ്ടായെന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ഗൺ ഫയർ നടന്നാൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് നടന്നാൽ, വെറും ഒരു ഫൈറ്റ് ആയിരുന്നെങ്കിൽ ഒരു 100-150 പോലീസ് വണ്ടി അവിടെ വന്ന് ആ മോൾ ഇത്രയും വർഷമായിട്ട് ഇത്രയും ഹാപ്പനിങ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ആ ഒരു മോള് 100-150 പോലീസ് വണ്ടി വന്ന് അവർ സീസ് ചെയ്യത്തില്ല, അത് ക്ലോസ് ചെയ്തു, അത് അവർ ഷട്ട് ഡൗൺ ചെയ്തു, കംപ്ലീറ്റ്ലി അവരത് ഷട്ട് ഡൗൺ ചെയ്തു.
എന്നിട്ട് അത് മാത്രമല്ല ആൾക്കാരെ വീഡിയോ എടുക്കാൻ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ മൊബൈൽ ചെക്ക് ചെയ്യുന്നു. അതൊക്കെ ഒരു ഫൈറ്റ് നടന്ന ആൾക്കാരങ്ങനെ ഈ പോലീസുകാരങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പം ജസ്റ്റ് നമ്മൾ ലോജിക്ക് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതൊക്കെ ഈ ലോജിക്കാണ് ഈ അമേരിക്കക്കാരന്മാർ പറയാത്ത, എനിക്കത് ചിന്തിക്കാത്ത, എനിക്ക് അറിഞ്ഞൂടത് എന്താ സംഭവം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അത് സത്യമാവാം, മെയ്ഡപ്പ് സ്റ്റോറി ആയിരിക്കാം, വേറെ എന്തെങ്കിലും ആയിരിക്കാം, നമുക്കറിയില്ല. നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കൺട്രാക്കൂടെയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം. അപ്പോൾ ഇതിന് മെയിൻ എന്താ സംഭവിച്ചു വെച്ചാൽ ഈ ആൾക്കാരെല്ലാം പോയപ്പോൾ വീഡിയോ ആരും എടുത്തിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് പറഞ്ഞു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്യപ്പെട്ടു. പോലീസ് അതിൽ ഇടപെട്ട് ആ വീഡിയോസൊക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്തപ്പോഴേ അതിൻ്റെ അർത്ഥം അത് എന്തോ ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതായത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അതായത് ഒരു പോർട്ടൽ തുറന്നു ഇതുപോലെ ഈ ഏലിയൻ ഫിഗേഴ്സായ വാട്ട് എവർ ഇറ്റ് ഇസ്, എന്തെങ്കിലും അൺഐഡൻറ്റിഫൈഡ് ബോഡി വേറെ ഏതോ ഡയമെൻഷനിൽ നമ്മുടെ ഡയമെൻഷനിലോട്ട് വന്ന് കാണും. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഇക്കാലത്ത് നമുക്ക് എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ നടക്കുന്നു, അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ സംഭവമൊന്നുമല്ല, മനസ്സിലായില്ലേ? അപ്പോൾ അത് സംഭവിച്ച് കാണും, നമുക്ക് അറിഞ്ഞൂടാ. അപ്പം ഇവിടെ കുറേ ഇപ്പോൾ ഇഷ്ടംപോലെ ജനങ്ങളുണ്ടായല്ലോ. അപ്പോൾ അതിൽ ഒരു ഫാമിലി ഇതുപോലെ ഇറങ്ങി ഓടിയൊരു ഫാമിലിയിൽ ഫിറ്റ്സ് എന്ന് പറഞ്ഞൊരാൾ അയാളുടെ ഫാമിലിയും ആ മോളിനകത്ത് ഷോപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സംഭവിച്ചത്. അപ്പോൾ അവരും ഇതുപോലെ പാനിക് ചെയ്ത് ഓടിയപ്പം അയാളത് കണ്ടു. അപ്പം വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പം ഈ പറയുന്ന ഫിറ്റ്സ് എന്ന് പറഞ്ഞ അയാളൊരു വീഡിയോ ഇട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ യൂട്യൂബിനകത്തും ഒക്കെ അയാളൊരു വീഡിയോ ഇട്ടു. എന്നിട്ട് ആ വീഡിയോക്കകത്ത് ഞാൻ ആ വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം. ആ വീഡിയോ നിങ്ങൾ കണ്ടു. ആ വീഡിയോക്കകത്ത് അയാൾ ഹീ സ്കാഡ് ലൈക്ക് എനിത്തിങ്. അപ്പോൾ അയാൾ ഈ സ്കാഡ് ടു ഡെത്ത്. അപ്പം പുള്ളി ഫുള്ളിങ്ങനെ എന്താ കൺഫ്യൂഷൻ, മെസ്റ്റപ്പാണ് അയാൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടാലറിയാം. അപ്പോൾ അയാളിനെ പറയുന്നുണ്ട് അയാൾക്ക് വീഡിയോ എടുക്കാനുള്ള മൈൻഡൊന്നുമല്ല, അപ്പോൾ പേടിയാണ്. അപ്പോൾ പേടിച്ചിട്ട് എങ്ങനെ എൻ്റെ ഫാമിലിയെ രക്ഷിക്കണമെന്നാണ് ഞാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞ് പുള്ളി അയാൾ പറയുന്നുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റില്ല, ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ആ വീഡിയോ ഇടാം. അപ്പോൾ അതിനകത്ത് പുള്ളി പറയുന്നുണ്ട് ഞാൻ ഇതുപോലെ കണ്ടു, എന്താ അയാൾ കണ്ടതെന്നൊക്കെ അയാൾ നല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പോലീസ് ഇതുപോലെ പിടിച്ച് നിർത്തി ചോദിച്ചു. അതെല്ലാം കഴിഞ്ഞ് അവർ പോയി. അപ്പോൾ ദേ മൂവ്ഡ് ഓൺ. പക്ഷെ ഇപ്പോഴും അവരുടെ ഫാമിലിക്ക് ആ ഷോക്ക് ഉണ്ട് എന്ന് അയാൾ ക്ലിയർ ആയിട്ട് പറയുന്നത്. പിന്നെ ദ വേ ഹീസ് സേയിങ് ഇറ്റ് ഓൾസോ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. പുള്ളി ഇങ്ങനെ പേടിച്ച് നടുങ്ങിയിരിക്കുകയാണ് ആകെ. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഈ ഫിറ്റ്സ് എന്ന് പറഞ്ഞ ആൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം അതൊരു വാർത്തയായി. പിന്നെ ഈ ഫിറ്റ്സ് എന്ന് പറഞ്ഞ ആളെ കാണാനില്ല, ഹി വാസ് മിസ്സിങ് എന്നാണ് പറഞ്ഞത്. ഈ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ അയാളെ കണ്ടിട്ടില്ല. ഓക്കെ. കുറേ നാൾ അയാളെ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് അയാൾ പിന്നെ രണ്ടാമതൊരു വീഡിയോ ഇട്ടു. കുറേ നാൾ കഴിഞ്ഞ്, അത് എനിക്ക് അറിഞ്ഞു എത്ര നാൾ കഴിഞ്ഞ്, ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞിട്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ, ടൈം ഗ്യാപ്പ് അറിഞ്ഞൂടാ. പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് അയാൾ രണ്ടാമത്തെ വീഡിയോ ഇട്ട്. ആ രണ്ടാമത്തെ വീഡിയോനകത്ത് ആദ്യം കണ്ട് ആ പേടിച്ച് നടുങ്ങി നിന്ന ആ ഒരു മനുഷ്യനേ അല്ല. രണ്ടാമത്തെ വീഡിയോനകത്ത് ഭയങ്കര ചില്ലായിട്ട് ഷേവൊക്കെ ചെയ്തു, മറ്റേ സെറ്റ് ജോയി ആയിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് അയാൾ വന്ന് കൂളായിട്ട് അയാൾ പറയാണ്, ഞാൻ ആ വീഡിയോ ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി വെറുതെ ഷൂട്ട് ചെയ്തതാണ്, അതൊരു ഫേക്ക് വീഡിയോ ആണ്, അയാൾ ചുമ്മാ ഷൂട്ട് ചെയ്തതാണ്, അയാൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതുപോലെ ചുമ്മാ വെറും ഫിലിം മേക്കേഴ്സിന് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് അയാൾ ഉദ്ദേശിച്ചതെന്നും പിന്നെ ടെക്നോളജി വെച്ച് ഇതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെയാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യങ്ങളൊക്കെ അയാൾ അതിൻ്റെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ 2 വീഡിയോയും കണ്ടു നോക്കി. എനിക്കത് കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അയാളുടെ എടുത്ത് പറയുന്നുണ്ട്, ഞാൻ കാശൊന്നും മേടിച്ചിട്ടില്ല എന്നൊക്കെ അയാളുടെ എടുത്ത് പറയുന്നുണ്ട്. അയാളുടെ ആരും ചോദിച്ചില്ല കാശ് മേടിച്ചിട്ടുണ്ടെന്ന്. അയാളുടെ എടുത്ത് പറയുന്നുണ്ട് ഞാൻ കാശ് മേടിച്ചിട്ടില്ല എന്ന്. അപ്പോൾ എനിക്ക് കണ്ടിട്ട് തോന്നിയെന്ന് വെച്ചാൽ ആ വീഡിയോ കണ്ടിട്ട് തോന്നിച്ചാൽ ഫസ്റ്റ് വീഡിയോയിൽ ജെന്യുവനായിട്ട് ഒരാൾ പേടിച്ചിങ്ങനെ പറയുന്നത് തോന്നി. രണ്ടാമത്തെ വീഡിയോ തോന്നി ഹി വാസ് കോംപ്രമൈസ്ഡ്. അതായത് പോലീസ് അയാളെ അപ്രോച്ച് ചെയ്ത് കാണും, കാര്യങ്ങൾ പറഞ്ഞ് കാണും, ഭീഷണിയാണോ അതോ പൈസ കൊടുത്ത് കാണോ എന്താണെന്ന് എനിക്കറിയണം, പൈസ കൊടുത്ത് കാണും. എന്നിട്ട് ഫോർ ദ അയാളുടെ ഫാമിലിക്കും അയാൾക്കും വേണ്ടി വാട്ട് ഇസ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കാണും, നിങ്ങൾ ഇനി ഇതിങ്ങനെ പറയണം, അപ്പം വീൽ പേ യു എന്ന് പറഞ്ഞ് കാശ് കൊടുത്ത് കാണാം, സെറ്റിൽ ചെയ്ത് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ഇതെല്ലാം ഒരു ഊഹമാണ്, എല്ലാം അസംഷനാണ്. തിരുവനന്തപുരത്തിരുന്ന് മയാമിയുടെ കാര്യം പറയാണ്. അപ്പോൾ ഓക്കെ. അപ്പം ഞാൻ ഇത്ര ഉള്ളൂ. അപ്പം ഞാൻ ആ 2 വീഡിയോയും പ്ലേ ചെയ്യാം. ആദ്യത്തെ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് എന്നിട്ട് രണ്ടാമത്തെ വീഡിയോ പ്ലേ ചെയ്യാം. പിന്നെ ഒരു കാര്യം ഇപ്പോഴേ പറയാം, ബോത്ത് വീഡിയോസ് ആർ വെരി ലോങ്. അത് ലോങ് വീഡിയോ എന്ന് വെച്ചാൽ അയാൾ കൃത്യമായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയുന്ന വീഡിയോ ആണ് അത് 2. അപ്പോൾ അത് ലോങ് വീഡിയോ. ഞാനത് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എവിടെ നിന്നോ ആണ് എനിക്ക് ആ വീഡിയോ കിട്ടിയത്. ആ വീഡിയോ ഞാൻ അങ്ങനെ കോപ്പി ചെയ്താണ് ഇടുന്നത്. ആ ഇൻസ്റ്റാ വീഡിയോ ആണ്, അത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം അത് കേട്ടാൽ മതി.
ഇല്ലാത്തവരത് സ്കിപ്പ് അടിച്ച് കണ്ടോളൂ, അത് സ്കിപ്പ് അടിച്ചോളൂ എങ്ങനെയാണെന്ന് വെച്ചാൽ. കാരണം അത് കുറച്ച് ലോങ് ആണ്, ഞാൻ പറഞ്ഞോളൂ. പക്ഷേ അതിനകത്ത് അതിൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള ആദ്യത്തെ വീഡിയോയിൽ. രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. Something like this, none of us could comprehend. Your first instinct is like, it ain't to like take out your phone and start recording. Your first instinct is like, I've never seen this before. What is this? Is it gonna hurt me or my family? That was my first number one priority. So if you don't believe me, I get it. You know, it's fine. Like, it is silly. I'm sure that someone had footage from that night. If you did, please contact me just so like, you know, we actually have it. So anyways, as soon as the creature started moving, we all just jetted out there. We ran out the front doors. And you know, obviously, like, we see a whole sea of cop cars, mad cop cars, where other ones were coming in. And we ran with our nephew, and then, you know, a cop stopped us. You know, they took us a little to a bit of a safer area behind the cars. And then, and they asked us what we saw. And we told them what we saw. You know, they wrote it down, and they asked everybody to check their phones. Not everybody, because there was mad people like running away too, right? They couldn't get everyone. So I'm wondering if someone's gonna post a video. But yeah, they looked through everyone's phone. I didn't record anything, so I was fine. None of us recorded anything, so we were basically free to go. But in the distance, you could still see, like, you know, I didn't see the beings come out the door, right? But you could see on the side of the building, kind of like that clip that everyone's seeing, that it was slowly walking, and it was like, it wasn't cloaking or glitching or whatever. It was walking. So I don't know if it seemed more like it was an interdimensional thing. Someone's coming into our dimension or whatever, a bunch of them. And I think, you know, that it was just interesting, the police response, because there was a whole bunch of them. This ain't for no teenagers. No, this was for something way bigger. And it almost seemed like the cops had like a already made strategy for it, because they surrounded one of the beings with like all their police cars. They blared it up even louder, because you could hear that it was louder. Maybe as an attempt to like distract it or let it know like, hey, you don't belong here, right? And you know, they were trying to like slowly move alongside with it. But I didn't see anything else after that, because me and my family, we got out of there. We went into our car. We went home, because you know, we had our nephew with us, and we went to make sure, like, you know, he was okay. So I'm still kind of like processing everything. Like, it's weird, but at the same time, I'm glad that we weren't alone in seeing it, because like, it was a whole bunch of us that saw it. And it feels kind of like, you know, you're part of something like really big, but at the same time, it's confusing, because like, you want to kind of like show people. Like, I wish I took a video, man, like, because people are gonna probably think I'm crazy, right? But yeah, I'm left with more questions. Like, we were all kind of left with more questions than anything else. Yeah, I'm not saying that it's aliens. I know everybody's saying it's aliens. I'm not saying that. All I'm saying is I saw something come in through like a weird glitchy, maybe a portal or whatever. And it was like, they were pretty tall. You could see some facial. They were very dark, like, and shiny, but I can't tell if it was like a wet shiny or like a metallic shiny. And yeah, and you know, long limbs. Yeah, long limbs, long fingers. They were definitely humanoid in shape, and shadowy. But maybe that shadowiness was like from a glitch or whatever, like whatever cloaking maybe they had like fell off. But yeah, it felt like something was coming into our world or whatever, like a fucking Stranger Things episode. But it was crazy, man. Like,
I do wish that we took video. Obviously I was scared, bro. Like, we were all scared. Like, it's different when you see it in real life. I doubt that we're gonna see anything like that ever again. I think it was like it feels like it was just like a momentary glitch, or like, oh, they showed up. Oh, guys, hey, this is Fitz. I'm okay. I just want to let you guys know everything's fine. I'm not actually in a manhunt. So I noticed that other people were making little side stories, and, you know, a lot of people were reporting on it. To be honest, I need to do a better job at tracking this, and I do actually use a camcorder, and I use like older stuff, like, you know, BlackBerry. This is what I operate with. So I need to get a smartphone. I need to keep track of this stuff. So super sorry about that. You guys are awesome though. I never actually thought that people would be quite like this if I was in a situation. I think that's super cool that you guys are like this. So thank you. This is actually just a film project, and it's like a little character that I've created around the Bayside thing. And I wanted it to be a mystery at first, but like a fun little thing. I didn't want it to become like panic situation. So my bad. And I never took any money. If you look at my bio, I always insisted and mentioned not to give me money. I never took a dime from anyone. You know, I have no intention of stealing your money or anything like that. That's kind of whack. I was just trying to have like a fun time creating a cool story. My bad. And if anyone came because they thought that this was real, because they thought it was real on a crazy level, nah, this is a fictional account, and was just having fun with it. Just to show the world what a solo indie filmmaker could potentially do with the technology. So I'm not part of any government conspiracy. This really just is like a random person. At times I thought it was obvious that, like, you know. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ ആ 2 വീഡിയോയും കണ്ടില്ലല്ലോ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായി കാണും. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഇനി വിവരിക്കുന്നില്ല. ഇതിപ്പോൾ എന്താണ് സംഭവം എന്നൊന്നും ഒരു പിടുത്തമില്ല. അതിനുശേഷം, ഈ സംഭവത്തിന് ശേഷം കുറേ യൂട്യൂബേഴ്സ്, കുറേ വ്ളോഗേഴ്സ്, കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഇതുപോലെ ഇൻവെസ്റ്റിഗേഷൻ എന്ന രീതിയിൽ ഈ ബേസൈഡ് മോളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് അവിടെ ഉള്ള അതിനകത്തുള്ള ഈ കടകളില്ലേ, ചെറിയ ചെറിയ കടകൾ, ഈ മോളിനകത്തുള്ള കടകൾ, ആ കടകളിൽ ഉള്ള ആളുകളുടെ അടുത്തൊക്കെ ചോദിച്ചു, ഇതുപോലെ എന്താ അന്ന് സംഭവിച്ചത്, നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരുടെ എല്ലായിടത്തും ചോദിച്ചു. പക്ഷേ അവരെല്ലാവരുടെയും റെസ്പോൺസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ആ വീഡിയോസ് എല്ലാം കുത്തിയിരുന്ന് കണ്ടു. അപ്പോൾ ആ വീഡിയോസിൽ എല്ലാത്തിലും കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഉണ്ട്, 2-3 വീഡിയോസ് ഉണ്ട്, 2-3 അതിന് കൂടുതലുണ്ട്. അപ്പം അതിലെല്ലാത്തിലും കോമൺ ആയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, അവരിങ്ങനെ പഠിച്ചു വെച്ച് പറയും പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഒട്ടും മാച്ച് ചെയ്യുന്നില്ല, അവർ പറയുന്ന കാര്യങ്ങൾ തമ്മിലൊട്ടും മാച്ച് ചെയ്യുന്നില്ല. അവർ തന്നെ പറയുന്ന കാര്യങ്ങൾ, ആദ്യം പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങൾ പിന്നീട് പറയുമ്പോൾ അതിങ്ങനെ എന്തോ പഠിപ്പിച്ച പോലെ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് ഒരിടത്തും ആരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ പോർട്ടൽ ഓപ്പൺ ആയെന്നോ അന്ന് ഇവരാരും പറഞ്ഞിട്ടില്ല. ഇവരെല്ലാവരും പറയുന്നത് വെച്ചാൽ CCTV ക്യാമറ ഇല്ല, ഫുട്ടേജ് ഇല്ലാത്ത എന്തുകൊണ്ടെന്ന് അവർ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ക്ലോസിങ് ടൈം ആയിരുന്നു, അപ്പം CCTV ക്യാമറസ് എല്ലാം ഓഫായതിനു ശേഷമാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവർ ഗൺഫയർ തന്നെ, അവരെല്ലാവരും പറയണത് അവിടെ പിള്ളേർ തമ്മിൽ അടിയായി, ഗൺഫയർ കേട്ടു, അടിയായത് ഇവർ കണ്ടിട്ടില്ല എന്നാണ് പറയണത്. ബാക്ക് സൈഡിലാണ് അടിയൊന്നും നടന്നത്, ബ്രോള് നടന്നത് ബാക്കിൽ എന്തോ ആണ്, അവരത് കണ്ടിട്ടില്ല. പക്ഷെ അവർ ഈ സൗണ്ട് മാത്രം കേട്ടു. സൗണ്ട് കേട്ടിട്ട് അവർ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ പറയുകയും ചെയ്തത് ഇവിടെ സ്ഥിരം ഈ ബ്രോള് നടക്കാറുണ്ട്, ഈ ഫൈറ്റ് നടക്കാറുണ്ട്, അപ്പോൾ അതാണ് സംഭവം എന്നാണ് അവരാരും ഏലിയൻ മോഡ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരാളെങ്കിലും അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്കത് മനസ്സിലാകും. കാരണം ഓൾറെഡി അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ക്ലിയർലി. പക്ഷേ അവിടെ പോയി ചോദിച്ചപ്പോൾ അതാരും പറഞ്ഞിട്ടില്ല. വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പം ഇതൊക്കെ എന്താ പറയുക, ഭയങ്കര മിസ്റ്ററിയാണ്. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കവേ ഇങ്ങനെ എന്താ പറയുക, US ഫോഴ്സിന്, പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിങ്ങനെ ഓപ്പൺലി അതങ്ങ് സംഭവിച്ചു പോയി. അവർക്ക് അവരുടെ ഔട്ട് ഓഫ് ദിയർ കൺട്രോളായി പോയ പോലെ ഒരു ഇൻസിഡൻ്റാണ് ഇത്. പിന്നെ വേറെ വീഡിയോ ഉണ്ട് ഗൈസ്. അന്നത്തെ അതിൽ ഈ പറഞ്ഞ പോലെ ഈ 100-150 പോലീസ് വണ്ടി വന്ന വീഡിയോയും എല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ അതെടുത്തിട്ടില്ല, അതും കൂടെ എടുത്തിട്ട് അവസാനം നിങ്ങളെ ബോറടിപ്പിക്കേണ്ടതെന്ന് വെച്ചു. ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ മയാമി ഇൻസിഡൻറ്റിന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കാണാൻ പറ്റും. കുറേ പോലീസ് വണ്ടികൾ നിരന്ന് നിൽക്കുന്നു. പിന്നെ ആ വീഡിയോയിൽ ഒരു 10 അടി പൊക്കമുള്ള ഒരു ഷാഡോ പോലെ ഒരു ഫിഗർ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാൻ പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി.
അപ്പോൾ അതാണ്. അപ്പോൾ ഇതുപോലത്തെ പല പല സംഭവങ്ങൾ ലോകത്ത് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അത് നമ്മളിതുപോലെ പലരും വെറുതെയാണ്, ഫേക്കാണെന്ന് പറയുന്നുണ്ട്. ചിലർ AI ആണ്. ഇപ്പോൾ AI വന്നതുകൊണ്ട് ഇപ്പം ഏലിയൻസിന് കോൾ അടിച്ചിട്ടുണ്ട്. അപ്പം AI എന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് ഫേക്ക് വീഡിയോ ആണ്, ചിലർ പറയുന്നത് ഫേക്ക് ന്യൂസാണ്. കാരണം വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആൾക്കാർ ഇതുപോലെ ചുമ്മാ ന്യൂസ് ഇറക്കാൻ വേണ്ടി, റീച്ചിന് വേണ്ടിയും പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഫേക്ക് ന്യൂസ് ഇറക്കുന്നതുകൊണ്ട്, അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടെ ഏതാ സത്യം ഏതാണ് ഫേക്ക് എന്നുള്ളത്. പക്ഷേ ഇത് ജെന്യുവൻലി എനിക്ക് ഇത് ശരിക്കും അങ്ങനെ നടന്നതാണെന്ന് എനിക്കൊരു തോന്നൽ. ഞാനങ്ങനെ കുറേ വീഡിയോസ് എല്ലാം കണ്ട്, കുറേ വീഡിയോസ് തിരിച്ചും മറിച്ചും കണ്ടതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇത് അങ്ങനെ ശരിക്കും ഒരു സംഭവം നടന്നു. ആൻഡ് പോലീസ് അത് ബുദ്ധിപരമായിട്ട് അതിനങ്ങ് കുഴിച്ച് മൂടി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇതുപോലത്തെ ഇനിയും വേറെ ഇൻസിഡൻസുമായിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം ഗൈസ്. ഞാൻ ഇതുപോലെ നല്ലൊരു റിസർച്ച് നടത്തി, നല്ലൊരു സർവേ നടത്തിയിട്ടേ ഞാനൊരു സംഭവമായിട്ട് വരത്തുള്ളൂ. അപ്പം ഇപ്പോൾ 1-2 നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് കാണാം, ഇല്ലാത്തവർക്ക് ടാറ്റ ബൈ ബൈ പറയാം. എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പം സ്റ്റേ ഹെൽത്തി. സോ അപ്പ് അൺടിൽ അനദർ വീഡിയോ നമുക്ക് ഇനിയും കാണാം. ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.